ഒരു ആർട്ടിക്കിളിന്റെ തലക്കെട്ടിൽ കള്ളൻ വിജയൻ എന്ന് വന്നതുകൊണ്ട് ആ വാരാന്ത്യ പതിപ്പ് തന്നെ വേണ്ടെന്ന് വെച്ച ദേശാഭിമാനിയുടെ തീരുമാനം നമ്മുടെയൊക്കെ തന്നെ ഉള്ളിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. നമസ്കാരം. കാരണഭൂതനായോരെന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ, പാർട്ടി പത്രം കള്ളനെന്ന് വിളിച്ചില്ലേ, നല്ലത് വല്ലോ മോഷ്ടിച്ചാലുടനെ അവനെ വെറുതെ കള്ളനാക്കും നിങ്ങളുടെ ചട്ടം. നേരത്തെ അറിയാമല്ലോ എന്ന് കരുതി പിണറായി വിജയൻ ദേശാഭിമാനി വരുന്നതും കാത്ത് രാവിലെ കുളിച്ചൊരുങ്ങി കന്റോൺമെൻറ്റ് ഹൗസിൽ ഇരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പത്രം വന്ന് അകത്ത് വീണു. പരിചാരകരാരോ അത് പിണറായി വിജയൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു. പത്രത്തിനുള്ളിൽ പതിവുള്ള വാരാന്തപ്പതിപ്പ് കാണുന്നില്ല. ഉടൻ തന്നെ പിണറായി ഗോവിന്ദനെ വിളിച്ചു ചോദിച്ചു. ഗോവിന്ദൻ ദേശാഭിമാനി വായിക്കുന്ന പരിപാടിയില്ലാത്തതുകൊണ്ട് AKG സെൻറ്ററിൻ്റെ മുമ്പിലെ ഗേറ്റിൻ്റെ കുഴലിനകത്ത് തള്ളിക്കയറ്റി വെച്ചിരുന്ന ആ പത്രമെടുത്ത് തുറന്നു നോക്കി. അതിൽ വാരാന്തപ്പതിപ്പ് ഉണ്ടായിരുന്നില്ല. ഉടൻ ഗോവിന്ദൻ റെസിഡൻ്റ് എഡിറ്റർ പൂമരൻ സഖാവിനെ വിളിച്ചു. സ്വരാജേ, ഞായറാഴ്ച നമ്മുടെ പത്രത്തിനകത്ത് വെച്ച് വരുന്ന മറ്റൊരു കുഞ്ഞു പത്രമുണ്ടല്ലോ, അതിന്ന് കാണുന്നില്ല. പിണറായി സഖാവ് വിളിച്ചു ചോദിച്ചായിരുന്നു. അപ്പോൾ സ്വരാജ് പറഞ്ഞ കാരണം കേട്ട് ഗോവിന്ദൻ ഞെട്ടി. 2 കൈകളും കൊണ്ട് ചെവി പൊത്തി. മുകളിലത്തെ നിലയിലേക്ക് ഒരൊറ്റ ഓട്ടമായിരുന്നു. സ്വരാജ് പറയുകയാണ്, സഖാവേ, കള്ളൻ വിജയൻ എന്ന പേരിൽ ഒരു നാടക നിരൂപണം നമ്മുടെ വാരാന്ത പതിപ്പിൽ എങ്ങനെയോ കയറിക്കൂടി. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. നമ്മൾ ആ പത്രം ഇറക്കുമ്പോൾ നമ്മുടെ ക്യാപ്റ്റന് വല്ലതും തോന്നിയാലോ? അതുതാൻ അല്ലയോ ഇതെന്ന് വർണ്ണ്യത്തിൽ ആശങ്ക വന്നാൽ സംഗതി കുഴയും. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ പത്രത്തോടൊപ്പമുള്ള സപ്ലിമെൻ്റ് ഇറക്കിയിട്ടില്ല. സാങ്കേതിക പിശക് കാരണം ഇന്ന് ഇറക്കില്ല എന്നൊരു പരസ്യം കൊടുത്തിട്ടുണ്ട്. ശിവ, എന്തൊക്കെയായി ദേശാഭിമാനി പത്രത്തിൽ നടന്നു വരുന്നത്? നമുക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം, കള്ളൻ വിജയൻ എന്ന പേരിൽ പത്രത്തിലൊരു നിരൂപണ ലേഖനം വന്നാൽ അത് പിണറായി വിജയനാണെന്ന് ജനം തെറ്റിദ്ധരിക്കുമെന്ന് ഈ പാർട്ടി പത്രം എങ്ങനെ ഊഹിച്ചു? എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞ് പിണറായി വിജയൻ നിയമസഭയിൽ കൈപൊക്കി കാണിച്ചപ്പോഴേ ജനം വിശ്വസിച്ച് കഴിഞ്ഞതാണ്. ആ കൈകൾ ഇന്ന് സഭാരേഖയുടെ ഭാഗമാണ്. സാധാരണ സഭാരേഖകൾ തിരിച്ചു കൊടുത്തു വിടാറില്ല. പിണറായി വിജയന് നെയ്മീൻ കൂട്ടി ഉച്ചയൂണ് കഴിക്കേണ്ടത് കൊണ്ട് മാത്രമാണ് സഭയിൽ കാണിച്ച ആ കൈകൾ തിരിച്ചു കൊടുത്തു വിട്ടത്. CPM മുഖപത്രത്തിൻ്റെ സപ്ലിമെൻറ്റിനൊപ്പം VS അനുസ്മരണ വാരാന്തപ്പതിപ്പാണ് ഇന്ന് ഇറങ്ങേണ്ടിയിരുന്നത്. അതാണ് ഒരു പേര് കാരണം മാറ്റിവെക്കേണ്ടി വന്നത്. VSൻ്റെ മുൻ പ്രസ് സെക്രട്ടറിയും ജീവചരിത്രകാരനുമായ KV സുധാകരൻ എഴുതിയ VSനെ കുറിച്ചുള്ള ഗംഭീര ലേഖനം അതിലുണ്ടായിരുന്നു. എല്ലാ ഞായറാഴ്ചകളിലും വാരാന്തപ്പതിപ്പ് ഇറക്കാറുണ്ട്. എന്നാൽ ഇന്നത്തെ പത്രത്തോടൊപ്പം അതുണ്ടായില്ല. സാങ്കേതിക പിഴവ് മൂലം വാരാന്തപ്പതിപ്പില്ലെന്ന് പത്രത്തിൽ അറിയിപ്പ് നൽകിയിരുന്നു. അതിൻ്റെ കാരണമാണിപ്പോൾ അത്ഭുതമായി മാറിയിരിക്കുന്നത്. അകത്തെ പേജിൽ കള്ളൻ വിജയൻ എന്ന പേരിലുള്ള ഒരു നാടക നിരൂപണം ഉൾപ്പെട്ടതാണ് അവസാന നിമിഷം വാരാന്തപ്പതിപ്പ് പിൻവലിച്ചതിൻ്റെ പിന്നിലെ കാരണമെന്നാണ് പുറത്തു വരുന്ന വിവരം. അതോ VSനെ പറ്റിയുള്ള ലേഖനം വരുന്നതിൻ്റെ സങ്കടം കൊണ്ടാണോ? വെഞ്ഞാറമ്മൂട്ടിലുള്ള ഒരു നാടക പ്രവർത്തകൻ്റെ ജീവിത കഥയുമായി ബന്ധപ്പെട്ടതാണ് ആ ലേഖനം. വിജയൻ എന്നു പേരുള്ള അയാളെ കുട്ടിക്കാലം മുതലേ എല്ലാവരും വെറുതെ കള്ളൻ വിജയൻ എന്ന് വിളിച്ചു വന്നു. വളർന്നപ്പോൾ അയാൾ ഒരു നാടക പ്രവർത്തകനായി മാറി. അതുമായി ബന്ധപ്പെട്ടതായിരുന്നു ലേഖനം. എന്തുകൊണ്ടാണ് അവസാന നിമിഷം ഇത് പിൻവലിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ ഈ തലക്കെട്ടും അതിലെ ഉള്ളടക്കവും പാർട്ടി നേതൃത്വത്തിന് നേരെ ഉയരുന്ന കടുത്ത രാഷ്ട്രീയ പരിഹാസമായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മാനേജ്മെൻറ്റ് വിലയിരുത്തി. ഒരർത്ഥത്തിൽ ഇന്നത്തെ ആ സപ്ലിമെൻ്റ് ഇറങ്ങിയിരുന്നെങ്കിൽ എന്ത് രസമാകുമായിരുന്നു. കൃത്യമായ പേരാണ് ലേഖകൻ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ പത്രത്തിൽ വരുന്ന മാറ്ററുകളുടെ ഉത്തരവാദിത്വം ആർക്കാണ്? ഇതൊന്നും എഡിറ്ററും റെസിഡൻ്റ് എഡിറ്ററും പ്രൂഫ് റീഡറും ഒന്നും ശ്രദ്ധിക്കാറേയില്ലേ? വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നതിൻ്റെ പേരിൽ പാർട്ടി ചില്ലറയല്ല നാണം കെട്ടത്. അപ്പോഴേക്കും ഇതാ അടുത്തതെത്തിയിരിക്കുന്നു. ഇന്ന് അതേ പേരിൽ തന്നെ ആ സപ്ലിമെൻ്റ് ഇറങ്ങുകയും പിണറായി വിജയൻ അഥവാ അത് വായിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് യാതൊരുവിധ തെറ്റിദ്ധാരണയും ഉണ്ടാകാനിടയില്ല. എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന ദൃഢവിശ്വാസം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ പാർട്ടി പത്രത്തിന് മാത്രം ഒരു സംശയം. എന്തുകൊണ്ടാണ് അവർക്ക് മാത്രം ഇങ്ങനെ ഒരു സംശയം വന്നത്? കള്ളൻ വിജയൻ എന്ന പേര് മാറ്റി കള്ളൻ പവിത്രൻ എന്നാക്കാമായിരുന്നല്ലോ. ഒരുപക്ഷെ VSൻ്റെ അനുസ്മരണ ലേഖനത്തിനൊപ്പം കള്ളൻ വിജയൻ എന്ന പേരിൽ ഒരു ലേഖനം വരുന്നത് കാലത്തിൻ്റെ കാവ്യനീതി ആകുമായിരുന്നു. നാടോടിക്കാറ്റ് എന്ന സിനിമയുടെ 2ാം ഭാഗമായ പട്ടണപ്രവേശം ഇപ്പോഴെങ്ങാനുമായിരുന്നു റിലീസ് ചെയ്തിരുന്നെങ്കിൽ CPM അതിനെ ഓടാൻ അനുവദിക്കില്ലായിരുന്നു. വിജയ, നിന്നെക്കൊണ്ട് ഇതിനൊന്നും കൊള്ളില്ല എന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുന്നു എന്ന ഡയലോഗ് അതിലുണ്ട്. ശ്രീനിവാസൻ കള്ള സന്യാസിയായി കുടുംബഭാരങ്ങളെല്ലാം ഇട്ടെറിഞ്ഞ് ജീവിച്ച ഒരു സിനിമയുണ്ട്, ചിന്താവിഷ്ടയായി ശ്യാമള. അതിലും വിജയൻ എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. വിജയ, നീ വെറുതെ ആളുകളെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കരുത് എന്ന് തിലകൻ പറയുന്നുണ്ട്. നോക്കണേ,
എത്രയോ കാലമായി ദേശാഭിമാനി വാരാന്ത പതിപ്പിറക്കുന്നു. ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കുകയോ വായിക്കുകയോ ചെയ്യുന്നില്ല ഇപ്പോൾ. പണ്ടൊക്കെ ഇത് സ്ഥിരമായി കുത്തിയിരുന്ന് വായിക്കുമായിരുന്നു. ഇന്നത് ഇറങ്ങാതെ വന്നപ്പോൾ വലിയ സംഭവമായി മാറി. ഈ പ്രസ്ഥാനത്തിന് മീതെ ഓരോ ദിവസവും എന്തൊക്കെ നാണക്കേടുകളാണ് വന്ന് നിബദിച്ചു കൊണ്ടിരിക്കുന്നത്. ചിലരുടെ മണ്ടയ്ക്ക് ചില പേരുകൾ പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചത്താലും മാറില്ല. പണ്ടൊരു സ്ത്രീ ആത്മഹത്യ ചെയ്യാൻ പേഴ് എന്ന മരത്തിൽ കയറി കുരുക്കിട്ടു. താഴേക്ക് ചാടി. ശിഖരം ഒടിഞ്ഞു പോയതിനാൽ താഴെ വീണു, ചത്തില്ല. അന്ന് മുതൽ നാട്ടുകാരവർക്ക് ഒരു പേരിട്ടു, പേഴേ കീറി. ഏറ്റവും ഫലിതം ഇതൊന്നുമല്ല. കഴിഞ്ഞ 10 വർഷത്തെ ഭരണകാലത്ത് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ സ്തുതിപാഠകരിൽ നിന്നും വാഴ്ത്തുപാട്ടുകാരിൽ നിന്നും സമ്പാദിച്ചു കൂട്ടിയ പേരുകൾ ചില്ലറയൊന്നുമല്ല. ഇപ്പോഴിതാ ഭരണം പോയപ്പോൾ സ്വന്തം പാർട്ടി പത്രത്തിൽ അച്ചടിച്ചു വന്നിരിക്കുന്നു കള്ളൻ വിജയൻ. കർമ്മവ്യാധിക്ക് കഷായമില്ല സഖാവേ.